ഹലോ ഗൈസ്, അങ്ങനെ പ്ലക്കമ്മ യൂണിവേഴ്സ് വീണ്ടും ഇളകിയിട്ടുണ്ട്. പ്ലക്കമ്മ യൂണിവേഴ്സിന് എവിടെയെങ്കിലും ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ തലയിലോട്ട് കയറി ഉച്ചാൻ തലയിൽ കയറി ആറാടുകയാണ് അവരുടെ ഒരു സ്ഥിര പരിപാടി. അപ്പോൾ പിന്നെ നമ്മളെ പേര് പറഞ്ഞാൽ നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും മറുപടി കൊടുക്കും എന്നുള്ളതാണ്. പിന്നെ പ്ലക്കത്തിയോട് എനിക്ക് പറയാനുള്ളത്, പ്ലക്കത്തിക്ക് ധൈര്യമുണ്ടെങ്കിൽ, ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ പ്ലക്കത്തി എന്നെ നേരിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. പ്ലക്കത്തിയുടെ ഹോട്ട് സീറ്റിൽ ഞാനൊന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാടി, അപ്പം അറിയാമല്ലോ. പിഴച്ച ജന്തു ആണ് നീ എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു കാര്യമില്ലാതെ എൻ്റെ പേര് ചുമ്മാ അനാവശ്യമായിട്ട് പരാമർശിക്കുന്നത്. നീ എൻ്റെ ജീവിതത്തിലേക്ക് കുത്തിക്കയറുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ പറയുന്ന വിരുദ്ധത ഒരു 100 വട്ടം പല മാധ്യമ പ്രവർത്തകരും പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് തെളിയിച്ച കാര്യമാണ്. പക്ഷെ നീ സമ്മതിച്ചു കൊടുക്കൂല. ഒരു വ്യക്തി ഒരു കാര്യം സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികം. അപ്പോൾ എന്താണ് വിഷയം എന്നുള്ളതിന് പ്ലക്കത്തികളുടെ ഒരു ക്രിക്കറ്റ് പരിപാടി അങ്ങനെ എന്തോ ഒരു സാധനം അവർ നടത്തുന്നുണ്ട്. എന്തൊക്കെ വാഴകളാണോ എന്തോ എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ്? ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു. നല്ല കളി അറിയാവുന്നവരുമാരെ കൊണ്ടുവന്നിട്ട് ആ കളിക്ക് ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഗായുസ്? ആക്ച്വലി ചെയ്യേണ്ട കളി അല്ലേ, വേണ്ട, എന്തിനാ അത്രയൊന്നും പോകണ്ട. അപ്പോൾ പ്ലക്കത്തി യൂണിവേഴ്സിൽ നിന്ന് ആ പ്ലക്കത്തിക്ക് വേണ്ടി പ്ലക്കത്തികൾ സംസാരിക്കുന്ന ഒരു പ്ലക്കിംഗ് പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം കാണാം. എനിക്ക് ബിഗ് ബോസിന് മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവർ എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ ആരുടെയും പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവന്ന വീഡിയോസൊക്കെ നുണയാണെന്നാണോ നീ പറയണേ? ഇപ്പോൾ ആ പറയുന്ന രതീഷ് എന്ന വ്യക്തി ഹിംസെൽഫ് വന്ന് പറഞ്ഞ കാര്യമാണ്. എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, അതിനെതിരെ അയാൾ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആരും എന്ന് പറയണം? അയാളുടെ മുഖം കാണിച്ച് വന്ന് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന്. ഇത് പോരാതെ നാലിയാംകുഴിയിൽ ഇവൾ താമസിച്ചിരുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള യുവതിയാണ് എനിക്ക് വോയിസ് തന്നത്. അത് 1 ലക്ഷം രൂപയുടെ സംഗതിയാണ്. പിന്നെ ആ നാട്ടിലുള്ള മീൻ കച്ചവടക്കാർ തൊട്ട് പലവ്യഞ്ജന കച്ചവടക്കാർ തൊട്ട് സർവത്ര പേരും പറയുന്നുണ്ട് ഇവൾ പൈസ കടം വാങ്ങിയെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ, അതായത് ഇപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ അയൽപക്കത്ത് താമസിക്കുന്ന ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ പോയിട്ട് അവർ വാടക കുടിശ്ശിക തന്നിട്ടില്ല, അതൊന്ന് വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ കിടക്കുന്ന കുഴിയിൽ കിടക്കുന്ന, അതായത് ഇവൾ കൊണ്ടൊരു പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നില്ലേ, അങ്ങേരോട് പോയി ചോദിച്ചോ എന്ന് ഇവൾ ദാഷ്ട്യത്തോടു കൂടി പറയുന്ന വീഡിയോസ് പബ്ലിക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ടും ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്രത്യേകതരം സാധനം. സമ്മതിച്ചടി പ്ലക്കത്തി, സമ്മതിച്ച്. അവർ അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിയാണ്, അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. ആ അന്തസ്സായ പണി എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? പ്ലക്കിങ്ങിന് പോകുന്നതിനാണോ നീ പറയുന്നത്? നമ്മൾ ട്രക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ വെൽഡിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, അതേപോലെ റബ്ബർ ടാപ്പിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു തരം പ്രത്യേകതരം പ്ലക്കിംഗ് ആണല്ലോടി. അതൊരു അന്തസ്സുള്ള പരിപാടിയാണോ? ചിലപ്പം അത്തരം പ്ലക്കിങ്ങിൽ കൂടെ ജനിച്ച, പ്ലക്കിംഗ് പരിപാടി കണ്ടു വളർന്ന, പ്ലക്കിംഗ് സൊസൈറ്റിയിൽ ജീവിച്ച ആ പ്ലക്കിംഗ് തള്ളക്കുണ്ടായ മകളായതുകൊണ്ടായിരിക്കും നിനക്കത് അന്തസ്സുള്ള പണിയെന്ന് നിനക്ക് തോന്നിയത് അല്ലേ പ്ലക്കമ്മേ? ആയിരിക്കും. അവരെന്തിനാണ് പുറകെയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവർ ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. ചൂടാവത്തില്ലേ? ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാവേണ്ട ഒരു സീറ്റ് തന്നെയാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അവരുടെ പെർമിഷനോടുകൂടെയാണ് നമ്മൾ അതിനകത്ത് ഇരുത്തുന്നത്, അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഇപ്പം ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊന്നും പറയാനില്ല. ഷെഫീന എന്താണെന്ന് നിനക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് തന്നില്ലേ? നീ അതുപോലെ നിന്റെ അഡ്രസ്സ് ഒന്ന് താ, ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. നിനക്ക് ധൈര്യമുണ്ട് അതിൻ്റെ അഡ്രസ്സ് ഒന്ന് തരാൻ? ഷെഫീന എന്തെന്ന് പോയി അന്വേഷിക്കടി. അല്ല, നീ ഇന്ന് കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞെന്താണ്, മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ പെർമിഷൻ എടുക്കണമെന്ന്. നീ എന്നെപ്പറ്റി അപരാധം പറയാൻ പെർമിഷൻ എടുത്തായിരുന്നു? എടി കാട്ടും, എടി കുക്കു മോളെ, എടി പ്ലക്കത്തി, ഇനി ഒരു പ്രാവശ്യം കൂടെ നീ എന്നെപ്പറ്റി മോശമായിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു എന്നറിഞ്ഞാൽ ഞാൻ പോലീസുകാരോടും കൂടി പറയണേ, ഈ നാറിയെ ഞാൻ കണ്ടെടുത്തിട്ട് തച്ച് ഞാൻ തീർക്കും. മനസ്സിലായ? ഇവളെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഒരു തർക്കവും ഇല്ല, ഒരു കാര്യമില്ലാതെയാണ് എന്നെ ഇതിനകത്തേക്ക് വലിച്ചിടുന്നത്. ഞാൻ അന്ന് വീഡിയോ ചെയ്യുകയാണ്, എനിക്ക് ഇനി ഈ വിഷയവുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യം, ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന്. പിറ്റേന്ന് ഇവൾ നിന്നുകൊണ്ട് പ്ലക്കത്തി എന്തൊക്കെ വൃത്തികേടുകളാണ് എന്നെ പറ്റി പറഞ്ഞത്.
എൻ്റെ ഊനം പറഞ്ഞതോ പോട്ടെ, എൻ്റെ ഭർത്താവ് എനിക്ക് 5-6 ഭർത്താവുണ്ട് പ്ലക്കത്തിയെ പോലെയാണെന്ന് വിചാരിച്ചാ. എടി നിന്റെ തള്ളയും നീ നാട് നീളെ മാപ്പിളയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ചോ. എന്തടി നിന്റെ കൂടെ ഉള്ളവൻ ഇല്ലാണ്ട് പോയത്? എന്തുകൊണ്ട് അവൻ കളഞ്ഞിട്ട് പോയത്? നിന്റെ പ്ലക്കിംഗ് വീരത കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഒരുത്തൻ അടങ്ങാതെ നീ ഇങ്ങനെ നടക്കുന്നത്. അതിനെപ്പറ്റി നിനക്ക് എന്താ അഭിപ്രായം? നിന്റെ പേഴ്സണൽ ലൈഫ് എന്തെങ്കിലും ഞാൻ ഇതുവരെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തു വെച്ച് പറയുന്നത് എന്താണ്? ഇതാണോ മാധ്യമ പ്രവർത്തനം? എടി നീ ബിഗ് ബോസിൽ പോയ ഉടനെ നീ എന്തോ ആയെന്ന് നീ വിചാരിച്ചാ? നമ്മൾ കണ്ടതാണ് നിന്റെ പ്ലക്കത്തരം എന്താണെന്നുള്ളത്. നീ ആ പെണ്ണിന് വേണ്ടിയിട്ട് നീ സംസാരിക്കേണ്ട കാര്യം എന്താ? അവൾക്ക് പറയാനുള്ളത് അവള് പറയട്ടെ, അതല്ലേ ന്യായം. നീ ഏജന്റ് ആയതുകൊണ്ടാണോ? അത് നമുക്ക് തോന്നുന്നുണ്ട് നീ ഏജന്റ് ആണോ. നീ ഏജന്റ് ആയതുകൊണ്ടായിരിക്കാം. ഏടി ഇവരെ ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടി പറയും. ഇനി നമുക്ക് പ്ലക്കമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. ആ പ്ലക്കമ്മ പറഞ്ഞു തീർന്നല്ല, ഏജന്റ് പറഞ്ഞു തീർന്ന സ്ഥിതിക്ക് ഇനി മാടം പറയണത് കേൾക്കാം. ചേച്ചിയുടെ ചാറ്റാന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി അതിനൊരു പ്രതികരണം പറഞ്ഞിട്ടുണ്ട്, അത് AI ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഓർക്കുന്ന പോലുമില്ല. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു. ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത് ലൈംഗിക ചുവ എവിടെയാണ്? പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോൾ ട്രോളായി കേട്ടോ. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ചായ കുടിക്കാൻ പോകണം. അതെ, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം. എന്താ പ്രശ്നം? അതുപോലെ ചേച്ചിയുടെ മാനേജർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. എൻ്റെ കരിഷ്മ, എൻ്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് അവർ. അപ്പൊ ശരി, ഇതിനകത്ത് ലൈംഗിക ചുവ എവിടെയാണെന്നാണ് പുള്ളിക്കാരത്തിന്റെ ചോദ്യം. ആ ചോദ്യം വളരെ റെലവെന്റ് ആണ്. ദ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സച്ച് ഇൻ കേസ് പോട്ടെ, ഇംഗ്ലീഷ് ഒന്നും പറയണ്ട, മലയാളത്തിൽ തന്നെ പറയാം. ഈ കാണുന്ന പിക്ചർ എന്താണ്, ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ ഇവര് ആ പറഞ്ഞ വ്യക്തിക്ക് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. അയച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തതിന്റെ തെളിവ് ഞാൻ ഇപ്പുറത്ത് വയ്ക്കും. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ്? ഇതിനകത്ത് എന്താണ് ഈ കാണിക്കുന്നത്? ഈ ക്രീം ഇടുന്നത് എന്താണ് കാണിക്കുന്നത്? നീ നിന്റെ ക്ഷാമത്തിൽ ക്രീം ഇടുന്നത് അയാളെ കാണിക്കേണ്ട കാര്യം എന്താണ്? അതെന്തിനാണ് ആ ക്രീമൊക്കെ ഇട്ട് ആ ഒരു സംഗതി നീ എടുത്ത് സബ്സ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്? അതെന്തിനാണ്? അത് ലൈംഗിക ചുവ ആയിരിക്കത്തില്ലായിരിക്കും. ഇതെന്തുവാണ്? അല്ലതള്ളേ, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ഞൊളയുന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കയറി ഇരുന്ന് കടിക്കുന്ന എടുത്ത് കളയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കും. നീ എന്തിങ്ങനെ കിടന്ന് പൊളയുന്നത്? അങ്ങ് പൊളഞ്ഞ് മരിക്കുകയാണല്ലോ. വിധവ പൊളയാണ് കേട്ടോ. പൊളഞ്ഞ് തള്ളി അങ്ങ് മറിക്കുകയാണ്. ഇങ്ങനത്തെ ഞാൻ ഒന്നും പറയുന്നില്ല. ഒരുപാട് അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കാണിച്ച ആ സംഗതി നിങ്ങൾ കാണുക. അതിനകത്ത് ഈ പറഞ്ഞതെല്ലാം ആരയച്ചു കൊടുത്തതാണ്. ആ ഒരു ചാറ്റ് ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവൾ ഇങ്ങോട്ട് അയച്ചു കൊടുത്തത് നോക്കി അയാൾ കിസ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? അയാൾ ഒരു ഉമ്മ കൊടുക്കുന്നു, അവളും ഉമ്മ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. യെസ് ആക്കാമെന്ന് പറയുന്നത് ആരാണ്? ഇവള്. ഇതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത്. ഇതെന്താണ്? അയാള് ആ റിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഒരു വീഡിയോയ്ക്ക്. അവള് സബ്സ്ക്രിപ്ഷനിലിട്ട ഒരു വീഡിയോയ്ക്ക് അയാൾ റിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സീരിയസ്ലി എനിക്കിത് പറയാൻ തന്നെ താല്പര്യമില്ല. അയാൾ റിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന പേരാണ് പൊക്കിൾ. ഇനി പൂക്കിൽ എന്നാണോ പൊക്കിൾ എന്നാണോ അതെ പൂവിൽ എന്നാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത് അയാൾ ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതിനകത്ത് യാതൊരു രീതിയിലുള്ള മറ്റേ പരിപാടി ഇല്ല എങ്കിൽ ഇവൾ ഇതിന് ലവ് കൊടുക്കേണ്ട കാര്യം എന്താ? എടോ, ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്ന് പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നതിന് എത്രയാകും എന്ന് പറഞ്ഞിട്ടില്ല എന്ന ചോദ്യത്തിനല്ലേടി നീ നിന്റെ കൂട്ടിക്കൊടുപ്പ് മാനേജറെടുത്ത് സംസാരിക്കാൻ പറഞ്ഞത് തന്നെയല്ലേ? അങ്ങനെ നീ പറഞ്ഞിട്ടില്ലേ? ചാറ്റ് നിൻ്റെതല്ലെന്ന് പറഞ്ഞത് അതിൻ്റെ എവിഡൻസാണ് കൊണ്ടുവച്ചത്. നിന്റെ ചാറ്റ് തന്നെ. നീ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുന്ന ചാനലിൽ നിന്നെടുത്ത ചാറ്റല്ലേ അത്? അല്ലാന്ന് പറയാൻ നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? പൊക്കിൾ കോണ്ടാക്ട് മൈ മാനേജർ ഞൊളച്ചിൽ. ഞങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിൽ കഴപ്പ് മൂത്ത പെണ്ണുങ്ങളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ഒരു സ്പെസിഫിക് സാധനം അവിടെ ഇല്ലാതായി പോയത് കൊണ്ടാണ് ആ സംഗതി. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ വല്ല പറഞ്ഞാൽ കൂടിപ്പോവും.
നീ തൊടയിടത് തന്നെയാണ് ഇപ്പോഴും അയച്ചു കൊടുക്കുന്നത്. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതിന് നീ ഇവള് ചോദിച്ച ആ ഒരു വോയിസ് ഒന്നും കൂടെ നമുക്ക് കേൾക്കാം. അപ്പം ഏകദേശം ഇവള് ചോദിച്ച ചോദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചേച്ചിയുടെ ഒരു ചാറ്റാന്ന് പറഞ്ഞിട്ട് ഞാനത് ഓർക്കുന്ന പോലുമില്ല. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു. ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത് ഈ ലൈംഗിക ചുവ എവിടെയാണ് എന്ന് ചോദിക്കുന്നവളുടെ അടുത്ത് എൻ്റെ ഒരു ചോദ്യം, നിന്റെ തൊട, അതായത് നിന്റെ തൊട്ട് താഴെയോട്ടുള്ള ആ ഭാഗത്ത് കുറെ ക്രീം വാരി അള്ളി വാരി പൊത്തി വെക്കുമ്പോൾ അതിനകത്ത് എന്താടി തോന്നുന്നത്? കൊച്ചിറങ്ങി വരുന്നെന്ന് തോന്നുന്ന, നീ പ്രസവിക്കാൻ പോണെന്ന് തോന്നുന്ന, അത് വേറെ എന്തെങ്കിലും തോന്നുന്ന? ലൈംഗിക ചുവ അതിനകത്ത് തോന്നുന്നില്ലേ? നീ അതൊക്കെ നാട്ടുകാരെ കാണിക്കണേ എന്തിന്? മനുഷ്യ സ്ത്രീയാണോടി? ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടെന്ന് വെച്ച് ഞാൻ കൺട്രോൾ ചെയ്യുമ്പോൾ നീ പിന്നെ എൻ്റെ അതേ കയറണം. 2 പ്ലക്കത്തികളോടുകൂടെ എൻ്റെ പേരിഞ്ഞ് എവിടെയെങ്കിലും മിണ്ടിയ മനസ്സിലായോ? നിന്നെ കൊണ്ടുള്ള ഒരു പിണ്ണാക്കും എനിക്ക് വേണ്ടാന്ന് വെച്ച് ഞാൻ ആ പോഷൻ കളഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ഒന്ന് ചൊറിഞ്ഞ് മാന്തി പിളിക്കല്ലേ. ഞാൻ നിങ്ങൾ ഗൾഫിൽ നടത്തുന്ന ബിസിനസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ഏജൻറ്റിൻ്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞു. അവർക്കില്ലാത്ത ചൊറിച്ചിൽ, അവർ മിണ്ടണില്ല. അവർക്കെന്താ ഒരു പരാതി കൊടുക്കാൻ പറ്റത്തില്ല? ഇവരുടെ അടുത്ത് പരാതി കൊടുക്കാൻ പറ. ബാക്കി ഞാൻ അവിടുത്തെ പോലീസിനെ കൊണ്ട് അന്വേഷിക്കാം, അവിടുത്തെ CID യെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിച്ചു തരാം. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും. പിന്നെ പോട്ടെ, മാച്ചുകളാ. ഇവൾ പറയുന്ന കണക്ക് ഈ ഒരു സംഗതിയെ വെളുപ്പിക്കാൻ വേണ്ടി സായിയെ പോലുള്ള ഒരാൾ കൂട്ടുനിന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം ഈ കിടന്ന് ഡ്രാമ കളിക്കുന്നത്. ഞാൻ സായിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. സായി കുറേ നാൾ കൊണ്ട് വെളുപ്പീര് മഹാത്മം കൊണ്ട് കിടക്കുന്നത്. സായി ആദ്യം എൻ്റെ കൂടെ ഫൈറ്റ് ഇട്ട കാര്യം ബഷീർ ബഷിയാണ്. ബഷീർ ബഷിക്ക് സപ്പോർട്ട് പറഞ്ഞ സായി സ്വന്തം അമ്മയെ കൊണ്ട്, അമ്മയുടെ സ്വന്തം അച്ഛനെ കൊണ്ട് 2 പെണ്ണുങ്ങളെ കെട്ടിക്കുമോ? അല്ലെങ്കിൽ സായി തന്നെ വേറൊരുത്തിയെ കൊണ്ടുവന്ന് ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിക്കുമോ? സായിയെ കൊണ്ട് അത് പറ്റൂലല്ലോ. സൊസൈറ്റിയിൽ ആരെ കൊണ്ടും അത് സമ്മതിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. സ്വന്തം ഭാര്യയുടെ സമ്മതം വാങ്ങിച്ചിട്ട് മറ്റൊരുത്തി വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? 3 പെണ്ണുങ്ങളെ ചതിച്ച ബഷീർ ബഷിക്കെതിരെയാണ് ഞാൻ നിന്നത്. അതിനാണ് സായി എൻ്റെ അടുത്ത് അടിയിട്ടത്. എന്നെ ചെയ്യാവുന്ന ദ്രോഹം അത്രയും സായി ചെയ്തിട്ടുമുണ്ടായിരുന്നു. രണ്ടാമത് സായിയുള്ള ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് സൗദി വനിതയെ കയറി അതായത് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അവളെ വേണ്ടാത്തടത്ത് തൊട്ടു പിടിച്ചു, ഭർത്താവിനെ പുറത്ത് നിർത്തി അവളെ ഉപദ്രവിച്ചു. 2 രാജ്യങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നം, ആഭ്യന്തര കലാപം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇടപെട്ടു. അന്നും കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് അവൻ നല്ലവനെന്ന് ഉണ്ടാക്കി. അവൻ്റെ പെണ്ണുമ്പളെ വരെ കൊണ്ടുവച്ച് കാര്യം കൃത്യമായി ഞാൻ പബ്ലിക്കിൽ തരികയും ചെയ്ത് തെളിവ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞത്. അന്ന് സായി സപ്പോർട്ട് ചെയ്തത് ആ സ്ത്രീ ലംബടഞ്ഞു വേണ്ടിയിട്ടായിരുന്നു. പിന്നെ പറഞ്ഞ എന്തിനായിരുന്നു? ഷിയാസ് കരീം എന്ന വ്യക്തിയായിരുന്നു. ഷിയാസ് കരീം ആരാണെന്ന് ഇപ്പം നിങ്ങൾക്ക് തെളിഞ്ഞില്ലേ? ഈ സായി സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആരായി മാറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്കെന്തായാലും ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധന്മാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ ദോഷം ചെയ്യുന്നവന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, താല്പര്യവുമില്ല. അവന്മാരിനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെക്കാമെന്ന് പറഞ്ഞാലും ഞാൻ അവരെ നീക്കി നിർത്തുക തന്നെ ചെയ്യും. പിന്നെ സെയിം അതേ ഒരു ഇതിലായതുകൊണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതിനപ്പുറം സായി എന്നോട് ചെയ്തതൊന്നും പറഞ്ഞാൽ തീരാത്ത കാര്യമുണ്ട്. എൻ്റെ കുട്ടീനെ കൊല്ലാൻ കൊട്ടേഷൻ വരെ കൊടുത്തവനാണ് അവൻ. അത് അവൻ തന്നെ എൻ്റെ ചാനലിൽ എൻ്റെ ലൈവിൽ വന്ന് സമ്മതിച്ചതാണ്. അങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ ഏജന്റായ ഒരുത്തൻ സപ്പോർട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ കയറാനാണ് നിൻ്റെയൊക്കെ ഉദ്ദേശമെങ്കിൽ ഞാൻ പഴയത് കണക്ക് വീണ്ടും പഴയ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും. അത്രയേ ഉള്ളൂ. ഇത് ഒരു കാര്യമില്ല. അത് അനാവശ്യമായിട്ടാണ് എന്നെ പോക്ക് ചെയ്യുന്നത്. അനാവശ്യമായിട്ട്. ഇവക്ക് മൈക്ക് കിട്ടിയ അപ്പം ഷെഫീന ബീവി, ഞാൻ നിന്നെ എന്തോ ചെയ്തിട്ടാണ് നീ എൻ്റെ പിറകെ നടക്കുന്നത്? ഞാൻ വെച്ച സാധനത്തിന് നിനക്ക് തെളിവുണ്ടാ? നീ വല്ലതും ഉണ്ടാക്കി കൊണ്ടുവന്നത്താ? ആരെ കൊണ്ടൊക്കെയാണ് തെറി വിളിപ്പിക്കണേന്ന് അറിയാമോ? എന്തോരം തെറിയ വിളിപ്പിക്കുന്നത് കണ്ടവരെ കൊണ്ട് അത്രയും മോശം പറയിപ്പിക്കലാണ്. എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ പറയുന്ന കണക്ക് അഡ്രസ്സ് പറയുന്നുണ്ടോ ആരെങ്കിലും? അതൊന്നുമില്ല. എൻ്റെ പേർക്കൊരു FIR ഉണ്ടോ? ഒന്നുമില്ല. അങ്ങ് തള്ളി മറിക്കില്ല. ചിന്നക്കട വെടിയെ കൊണ്ട് പറയിച്ചു എൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ ഉള്ള കയ്യിലുണ്ടെന്ന്. ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതി നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഇതിന് മാധ്യമപ്രവർത്തകരുടെ സപ്പോർട്ട് വയ്ക്കുന്നില്ല. പൊതുസമൂഹത്തിനോടാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ഒരു ഇത്യാദി യാതൊരു പ്രശ്നത്തിലും ഇല്ലാത്ത എൻ്റെ തുണിയില്ലാത്ത വീഡിയോ ഉണ്ടെന്നും ഫോട്ടോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത കാര്യം ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊക്കെ കേട്ടതാണ്. എന്തുമാത്രം ടോർച്ചറാണ് എന്നെ പിന്തുടർന്ന് ചെയ്യുന്നത് പറ്റുള്ളൂ. എൻ്റെ കാലിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞു. ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് ലാഗ് അടിച്ച് നാറികളിൽ ലാഗ് അടിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവറ്റകൾ ഇങ്ങനെ കുതികാല് വെട്ടുന്നത്. ചത്ത് മലച്ച് 40 കുളി കഴിഞ്ഞാൽ യുവമാർക്ക് നേരെ ചെവ്വ അതിൻ്റെ പേപ്പർ വർക്ക് നീക്കാൻ പറ്റത്തില്ല. ഈ കല്ലമ്പല പോലീസ് സ്റ്റേഷനിൽ എന്ത് വാഴയാണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ SP കൊണ്ട് കൊടുത്തത്. നമ്മൾ ചെയ്യാവുന്നതിൻ്റെ മനസ്സ് ഈ കാല് വിഷമവും കൊണ്ട് ഞാൻ എവിടെയൊക്കെ കയറി ഇറങ്ങുന്നുണ്ടെന്ന് അറിയാമോ? ഒരു കാര്യവുമില്ലാത്ത മനുഷ്യന്റെ തലയിലോട്ട് ഇങ്ങോട്ട് അങ്ങ് പാഞ്ഞു കയറണം. ചുമ്മാ ചാഞ്ഞ മരം എന്ന് പറഞ്ഞാൽ ചവിട്ടി കയറാന്ന് വെച്ചാൽ ഇവനെയൊക്കെ ഇപ്പോഴും നിങ്ങൾ ഇൻഫ്ലുവൻസർ ആക്കുകയും ഇപ്പോഴും ഇവൻ്റെയൊക്കെ വീഡിയോയ്ക്ക് നിങ്ങൾ പോയി വ്യൂ കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇവനൊക്കെ ചെയ്യുന്ന എന്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്? ഇവൻ്റെയൊക്കെ വീഡിയോസ് കാണാൻ പോകുന്ന നിങ്ങൾക്ക് വേണം തല്ലി തരാനായിട്ട്. എന്താണ് അവൻ്റെയൊക്കെ ഉത്തരവാദിത്ത ബോധം എന്ന് ആലോചിച്ച് വയ്ക്കുകയാണ്.
അവള് മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. കൃത്യമായി തെളിവ് വെച്ചപ്പോൾ അവൾ അണ്ണാക്കി പിരിവെട്ടിയതാണ്. ഉടനെ സായി വന്നിരുന്നുണ്ട്, അത് ആണ്, അവൻ അതാണ് ശീലം, അവൻ അങ്ങനെ ചെയ്താ ശീലം. ആളുകളെ പറ്റിക്കാൻ പലതും ഉണ്ടാക്കും. ഇവിടെ ഒരു ഓട്ടിസം ബാധിച്ച ആൾക്കാരെ നോക്കുന്നെന്ന് പറഞ്ഞിരുന്നു. ആ പുള്ളിക്കെതിരെ 2 കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു. സായി പറഞ്ഞതാണ്. ഞാൻ വന്ന് അന്വേഷിച്ച് തെളിയിച്ചു കൊടുത്തു. അദ്ദേഹം കൊടുത്ത പരാതിയാണ്, അദ്ദേഹത്തിനെതിരെ കൊടുത്ത പരാതിയല്ല, അദ്ദേഹം കൊടുത്ത പരാതിയാണ്. ഇത് വളച്ചൊടിച്ചു കൊണ്ടുവന്ന് സത്യത്തിൽ സോഷ്യൽ ഈവിളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് നടന്നത്. ഇവർക്ക് ഒരു കൂട്ടായ്മയുണ്ട്, ഇവർക്ക് ക്രിക്കറ്റ് കളിക്ക് കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ബിഗ് ബോസിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മൊത്ത കൂട്ടായ്മയ്ക്കെതിരെയും കർശനമായ നടപടിയാണ് എടുക്കേണ്ടത്. ഇനി ഈ പോക്കൃത്തരം സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് അപ്പം വിൽക്കണമെങ്കിൽ അവൾ അപ്പം വിൽക്കട്ടെ, വട വിൽക്കണമെങ്കിൽ അവൾ വട വിറ്റോട്ടെ. അത് നമ്മുടെ തലയിൽ കയറുന്ന എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ മുന്നോട്ട് വെച്ചത് എന്തെങ്കിലും കളവാണോ? കൃത്യമായി തെളിവ് വെച്ചല്ലേ പറഞ്ഞത്. ഗൾഫിലുള്ള ഇവളെ ഇതുപോലെ ഉപയോഗിക്കാൻ കൊണ്ട് നടക്കുന്ന ആൾക്കാർ ആ സ്ത്രീയെ അങ്ങനെ ശ്രമിച്ചു എന്ന് അവർ പരാതിപ്പെട്ട കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അതിൽ വസ്തുതയില്ലെങ്കിൽ ആ സ്ത്രീ പരാതിപ്പെടുമോ? അപ്പുറത്തൊരു വ്യക്തിയില്ലേ, അതും ആണോ? ആ സ്ത്രീ ആണോ? അവർക്ക് അവരുടെ വോയിസ് ഇടാൻ പേടിയായതുകൊണ്ട് മറ്റൊരു സ്ത്രീ, ഇതേ ഫീൽഡിലുള്ള മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത്, ചേച്ചി യു ആർ ഗ്രേറ്റ്, യു ആർ ചെയ്തൊരു കാര്യം വലിയതാണെന്ന് അവർ വോയിസ് തന്നു. അത് നുണയാണോ? പിന്നെ ഈ ഒരു സമയത്ത് എത്രയോ പേര് പ്രവാസികളാണ് നമ്മളെ കൂടുതലുള്ളത്. അവർ പറയണം അവിടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടിയെന്ന് എല്ലാവരുടെയും കൺഫ്യൂഷനാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമ്മൾ തെളിവ് വരിക? പിന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. എത്ര നാൾ മുമ്പ് കൊടുത്തത്? ദേവ് കൊടുത്ത കേസ് എത്ര നാൾ മുമ്പാണ്? ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളൊക്കെ 3-4 ആണുങ്ങളെ കൂടെ കയറി കിടന്ന് കൂത്തടിക്കുകയല്ലേ. കുറെ കൂത്താടികളുണ്ട്, കുറെ കൂത്താടികൾ. അവൾമാർക്ക് ടെലിഫിലിം, സീരിയല്, ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങി നടപ്പുണ്ട്. ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ചെയ്ത് ജീവിക്കണമെന്നില്ല. ഇവിടെ കോടിക്കണക്കിന് പെണ്ണുങ്ങളുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളാണ്. അവർക്കൊക്കെ അപമാനമാണ് ഈ നാറികൾ എന്നുള്ളതാണ്. എന്തേരം വൃത്തികേടുകളാണ് ഇവറ്റുകൾ കാണിച്ചു കൂട്ടുന്നത്. ഇവക്കൊക്കെ കിടന്നു കൊടുത്ത് പൈസ ഉണ്ടാക്കണം. അതിന് കുറച്ച് സാധനം, സീരിയൽ, സിനിമ, ടെലിഫിലിം, അങ്ങനെ ഇല്ലാത്തവർ പാർവതി തിരുവത്ത് എല്ലാവരിൽ നിന്ന് മാറി നിൽക്കുന്നത് കണ്ടില്ലേ? എന്തുകൊണ്ടാ? അവക്കത് താല്പര്യമില്ല, അതുകൊണ്ട് അവക്ക് അവസരങ്ങളില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയെങ്കിൽ അതിനെതിരെ വിചിന്തനം ഉണ്ടാവുകയും തിരുത്തുകയും വേണം. കലയെ പ്രോത്സാഹിപ്പിക്കണം. ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നവളുമാരെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്യും. നീ എവിടുത്തെ മാധ്യമ പ്രവർത്തകയാടി പ്ലക്കത്തി? അവളൊരു പ്ലക്കിംഗ് പരിപാടിയും കൊണ്ട് വന്നേക്കുന്നു. കുറെ പ്ലക്കത്തികളും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ തുടരും. നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, തുടരും.